കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇരു രാജ്യങ്ങൾക്കും നല്ല ഒരു ബന്ധം, വ്യാപാര ബന്ധമായിക്കോട്ടെ, ഇനി സാമ്പത്തിക ബന്ധമായിക്കോട്ടെ, ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചൈന സന്ദർശിക്കാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു. അപ്പോൾ പുതിയ കരാറുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അമേരിക്ക ചൈനയ്ക്ക് 100% തീരുവ ഏർപ്പെടുത്തി, ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തി. അപ്പോൾ അമേരിക്കയുടെ ഒരു ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, വമ്പൻ രാജ്യങ്ങൾ എന്ന് തന്നെ പറയാം, ആ രണ്ട് രാജ്യങ്ങൾ കൂടി കൈകോർക്കുമ്പോൾ അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു മീറ്റിംഗ് ആവില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒരു ഘട്ടത്തിലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങൾക്കപ്പുറത്ത്, അതല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളിലുള്ള തർക്കങ്ങൾക്കപ്പുറത്തേക്ക് മോശമാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എത്രയോ കാലങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുദൃഢമായി തന്നെ നിലനിൽക്കുന്ന ഒരു ഘട്ടമാണ്. നേരത്തെ മഹാബലിപുരത്തെല്ലാം ചൈനീസ് പ്രസിഡന്റ് വരികയും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം വ്യാപാര ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നയതന്ത്ര ബന്ധം പൊതുവെ നോക്കിക്കഴിഞ്ഞാലും ചൈനയുമായിട്ടുള്ളത് നമുക്ക് ഊഷ്മളമായിട്ടുള്ള ബന്ധം തന്നെയാണ്. പക്ഷേ ചില ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തും അവിടെയൊക്കെ നടക്കുന്നൊരു പ്രചരണം വലിയ തരത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ചില ടെൻഷൻ, അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചില തർക്കങ്ങളൊക്കെയാണ് ആ തരത്തിലേക്ക് മാറുന്നത്. അതിനപ്പുറത്തേക്ക് അത് വ്യാപാര ബന്ധത്തെയോ അത് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചോ വസ്തുക്കളുടെ ഇറക്കുമതി കയറ്റുമതിയെ സംബന്ധിച്ചോ ഒന്നും ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്തയും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയോ ചൈന ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്ന കാലഘട്ടങ്ങൾ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചൈന ഇന്ത്യ ബന്ധത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ രണ്ടെണ്ണമാണ് ഇന്ത്യയും ചൈനയും. അതായത് നമ്മൾ കാണുന്ന ആളുകൾ വാങ്ങുന്നതിൻ്റെ പർച്ചേസിങ് കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ. ഇന്ത്യയും ചൈനയും ചേർന്നാൽ മറ്റ് പല രാജ്യങ്ങൾ, എത്രയോ രാജ്യങ്ങൾ കൂടിയാലാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഒപ്പം എത്താൻ കഴിയുന്നത്. അപ്പോൾ ഒരു യൂറോപ്പൊക്കെ നമ്മുടെ അടുത്തേക്ക് പോലും എത്താൻ വേണ്ടി കഴിയില്ല ജനസംഖ്യയുടെ കാര്യത്തിൽ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ കൂടിച്ചേരുന്നതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോഗ മാർക്കറ്റുകളിൽ രണ്ട് രാജ്യങ്ങൾ ഒരുമിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക ക്രമത്തിൽ ഏഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന, ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന, സാർക്ക് രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഘട്ടത്തിലേക്കെല്ലാം മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുകൂടി, ആ രാജ്യങ്ങളുടെ ശ്രമത്തോടുകൂടി വലിയ തരത്തിൽ ലോകത്ത് ഒരു വലിയ സാമ്പത്തിക ക്രമം, ഓൾട്ടർനേറ്റീവ് സാമ്പത്തിക മേഖല സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ അമേരിക്ക നിയന്ത്രിച്ചിരുന്ന, അമേരിക്കയുടെ അപ്രമാദിത്വത്തിലുള്ള ഒരു സാമ്പത്തിക ക്രമം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഇപ്പോൾ കാണുന്നത് വ്യാപാരം നടക്കുന്നത് അതാത് രാജ്യങ്ങളുടെ നാണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഡോളർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിനിമയമെല്ലാം അതാത് രാജ്യങ്ങളുടെ വിനിമയത്തിൻ്റെ രീതിയിലേക്ക് മാറുന്നു. എന്ന് പറഞ്ഞാൽ ഡോളറിൻ്റെ പ്രസക്തി കുറയുന്നു എന്നുള്ളതാണ്. വ്യാപാരം കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷം കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഡോളർ ടേംസിലുള്ള നമ്മളുടെ ഇക്കോണമി മാറുക എന്നുള്ളതിലേക്ക് മാറുന്നു. മറ്റൊന്ന്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ വലിയ പ്രചാരം നേടുകയും പ്രത്യേകിച്ച് ചീപ്പാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വസ്തുക്കൾ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ചൈന എന്നുള്ളതാണല്ലോ പൊതുവെ കരുതപ്പെടുന്നത്. അപ്പോൾ ആ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആ തരത്തിൽ പല മേഖലകളിലുമുള്ള ഇറക്കുമതികൾ, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടുള്ള കയറ്റുമതികൾ എല്ലാം ഈ തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ബന്ധത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നതാണ്. ഇപ്പോഴുള്ളൊരു ഒരു ശ്രദ്ധ ഇതിൽ പ്രധാനമായും വരുന്നത് ഈ അമേരിക്കയുടെ ഇന്ത്യയോടുള്ള നിലപാടിൽ മാറ്റമുണ്ടാവുകയും അമേരിക്ക ഇന്ത്യക്കെതിരെ ചില ഉപരോധങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക, അതല്ലെങ്കിൽ ചുങ്കം ചുമത്തുക. ആ ചുങ്കം ചുമത്തുന്ന കാര്യത്തിൽ ഇന്ത്യയോട് എടുക്കുന്നതും ചൈനയോട് എടുക്കുന്നതും അമേരിക്ക തുല്യമായിട്ടുള്ള നയമാണ്. ഇപ്പോൾ ചൈനക്കെതിരെ ചുങ്കം ചുമത്താനുള്ള ശ്രമം നടത്തിയവർ, ചൈനക്കെതിരെ ഉപരോധം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി, ചൈനക്കെതിരെ തീരുവ പ്രഖ്യാപിച്ചു. ഏറ്റവും ആദ്യം തീരുവ പ്രഖ്യാപിച്ച രാജ്യങ്ങളിലൊന്നാണ് ചൈന. അപ്പോൾ ചൈനയോട് ഇന്ത്യ എടുക്കുന്ന നയത്തിനേക്കാൾ അപ്പുറത്ത് അമേരിക്ക എടുത്തിട്ടുള്ള നയം
ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലേക്ക് മാറി എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ നയത്തിനെതിരെ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോടും ചൈനയോടും കാണിക്കുന്ന വ്യാപാര നയത്തിൽ വ്യത്യാസം വന്നാൽ ഒരു പക്ഷേ അത് മാറുമായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ ഇന്നലെയെല്ലാം പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ കാണിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിന് കഴിഞ്ഞ മാർച്ച് അവസാനത്തിൽ തന്നെ അമേരിക്കയുടെ ഭീഷണിയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം, സാമ്പത്തിക നിലവാരത്തിലുള്ള ബന്ധങ്ങളെല്ലാം തകരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചന ഇന്ത്യക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണല്ലോ അത് ഏതാണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുന്നതോടുകൂടി സ്വാഭാവികമായും ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റിനെ കത്തെഴുതുന്നതിൻ്റെ സാങ്കത്യത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് ചൈനയുമായി വലിയ തരത്തിലുള്ള ഒരു വ്യാപാര ബന്ധത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള ഇടപാടുകൾ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്വാഭാവികമായും പോകുമ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി നടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നതോടുകൂടി സ്വാഭാവികമായും ബന്ധം ഊഷ്മളമാവുക എന്നുള്ളതിനൊപ്പം തന്നെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് പണം മുടക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോകുന്നു അല്ലെങ്കിൽ നീണ്ടുപോകുന്നു എന്നൊക്കെയുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നിക്ഷേപവും നടത്താനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നിരുന്നു. അതും ഇപ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാം വിഷയങ്ങൾ വന്ന സമയത്ത് ചില നീട്ടിവെക്കലുകൾ അതല്ലെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റിവെക്കപ്പെടുക എന്നുള്ള സാഹചര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ സ്വാഭാവികമായും ജപ്പാനുമായി നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ബന്ധം പോലെ തന്നെ 10 ട്രില്യണാണ് ജപ്പാനുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ വേണ്ടി പോകുന്നത്, വ്യാപാരം നടക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് ആ തരത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നതോടുകൂടി ഒരു പക്ഷേ ലോകത്തിലെ തന്നെ വലിയ സാമ്പത്തിക ശക്തിയിലേക്ക് പ്രത്യേകിച്ച് ഒരു അച്ചുതണ്ട് മാറുകയാണ്. ലോകത്തിലെ അച്ചുതണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായി മാറുകയാണ്. അമേരിക്ക കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു ഇക്കോണമിയിൽ നിന്ന് മാറിയിട്ട് റഷ്യ, ഇന്ത്യ, ജപ്പാൻ, ചൈന എന്ന് പറഞ്ഞ ഒരു ഏഷ്യൻ ബേസ്ഡ് രാജ്യങ്ങളുടെ ഒരു ശക്തമായിട്ടുള്ള എല്ലാ മേഖലയിലും, അത് പ്രതിരോധ രംഗത്താണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ആയുധ വ്യാപാരത്തിൻ്റെ കാര്യത്തിലെല്ലാം അമേരിക്കൻ സിസ്റ്റത്തിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഫ്രാൻസുമായി ചേർന്നുകൊണ്ട് വ്യാപാരം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ജപ്പാനിലേക്കും ചൈനയിലേക്കും നമ്മുടെ വ്യാപാരത്തിൻ്റെ രീതികൾ മാറുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്ന ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ബന്ധം കുറച്ച് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നാം എല്ലാം ധരിച്ചത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള നമുക്ക് ചുറ്റും കിടക്കുന്ന ചില ചെറിയ രാജ്യങ്ങൾ, ആ ചെറിയ രാജ്യങ്ങൾ നമുക്കെതിരായി വന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷെ അതും ഈ തരത്തിൽ നയതന്ത്ര ബന്ധത്തിലൂടെ അതും മാറ്റം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചു എന്നൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ട ചെറിയ ചെറിയ ഡ്രോണുകളും അല്ലാതെ മറ്റ് ഉപകരണങ്ങളൊക്കെ കൊടുത്തിട്ട് ചൈനയുടെ ഒരു സഹായം പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ അതുകൂടി ചർച്ചയാവില്ലേ? ഒരു രാജ്യം അവരുടെ കയ്യിലിരിക്കുന്ന ആയുധം മറ്റൊരു രാജ്യത്തിന് വിറ്റഴിച്ച് പണമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ നമുക്കെതിരെ ചില ആയുധ പ്രയോഗങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. പക്ഷെ അതിനെ നമ്മൾ പ്രതിരോധിച്ച രീതി എങ്ങനെയായിരുന്നു? തദ്ദേശീയമായിട്ടുള്ള നമ്മൾ വികസിപ്പിച്ച മിസൈലുകളും നമ്മൾ വികസിപ്പിച്ച ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതം നടത്തിയിട്ടുള്ള മുന്നേറ്റമുണ്ടല്ലോ, അതിനെ ലോകം ഇന്ന് നോക്കി കാണുകയല്ലേ. നമ്മുടെ രാജ്യത്തിലേക്ക് എത്രയോ രാജ്യങ്ങൾ ഇപ്പോൾ ആയുധ വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ള ആയുധ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള കരാറുകൾ ഏർപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ആ തരത്തിലുള്ള ഒരു ഇക്കോണമി വളർന്നു വരുന്നു എന്നുള്ളതാണ്. അത് ആയുധ കച്ചവടത്തിൻ്റെ മേഖലയിൽ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ശ്രദ്ധക്കുറവ് അത് പരിഹരിക്കപ്പെട്ടു. വലിയ തരത്തിൽ അതിൽ നിന്ന് നാം കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അത് ഒരു മേഖലയല്ല, പല മേഖലയിലും. അപ്പോൾ ഈ റഷ്യ, ഇന്ത്യ, ജപ്പാൻ, ചൈന അച്ചുതണ്ട് ശക്തിപ്പെടുന്നതോടുകൂടി ലോകത്തിലെ വലിയ സാമ്പത്തിക ക്രമത്തിന് തന്നെ മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ, ആയുധ ഇടപാടുകളുടെ കാര്യത്തിൽ, മറ്റ് കൺസ്യൂമർ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അത് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇക്കോണമി ഇപ്പോൾ നമ്മൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇക്കോണമി
ഒരു 3-ാം സ്ഥാനത്തേക്കും പിന്നീട് 2-ാം സ്ഥാനത്തേക്കും വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആ തരത്തിലേക്ക് വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.